ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുടെ നേതൃത്വത്തിലായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ. ഭരണസമിതി വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുമ്പോഴും മറുവശത്ത് അഴിമതി ആരോപണങ്ങളും ഏറെയാണ്. 100-അംഗ കൗൺസിലിൽ 52 അംഗങ്ങളുമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2020-ൽ തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലെത്തിയത്. വികസനങ്ങളും അഴിമതികളും നിരന്തരം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു നഗരസഭയുടെ കഴിഞ്ഞ 5 വർഷങ്ങൾ. സ്മാർട്ട് സിറ്റി പദ്ധതി, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, മാലിന്യ സംസ്കരണം, വെള്ളക്കെട്ടിനുള്ള പരിഹാരം, തെരുവുനായ പരിപാലനം എന്നിവയാണ് നഗരസഭ ഉയർത്തിക്കാട്ടുന്ന കഴിഞ്ഞ 5 വർഷത്തെ പ്രധാന വികസന നേട്ടങ്ങൾ. ഇക്കാലയളവിൽ സംസ്ഥാന, ദേശീയ, അന്തർദേശീയ പുരസ്കാരങ്ങളും നഗരസഭയെ തേടിയെത്തി. ഏത് മേഖല പരിശോധിച്ചാലും ആ മേഖലയിലെല്ലാം കൃത്യമായ ഭരണനേട്ടം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആധുനിക അറവുശാല ആരംഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭരണസമിതിയുടെ കാലയളവിൽ സാധിച്ചു. എയർ ക്വാളിറ്റി ഇൻഡെക്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുന്ന ഒരിടമായി ഇത്രയും വലിയൊരു നഗരത്തിന് മാറാൻ വേണ്ടി കഴിഞ്ഞു. എന്നാൽ ഈ പദ്ധതികളിൽ പലതും നടപ്പാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടെയാണെന്നാണ് പ്രതിപക്ഷമായ BJPയുടെ അവകാശവാദം. ഏകദേശം 1400 കോടിയോളം രൂപ കേന്ദ്ര സഹായം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി. ഈ നഗരത്തിലെ 5 വർഷക്കാലയളവിൽ ഉണ്ടായിട്ടുള്ള അഴിമതിയുടെ കഥ വളരെയേറെയാണ്. ഒട്ടനവധി സമര പോരാട്ടങ്ങൾക്കും നാടകീയ സംഭവങ്ങൾക്കുമാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ നഗരസഭാ കാര്യാലയം സാക്ഷിയായത്. കോവിഡ് കാലത്ത് നടന്ന ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യ വിവാദം. പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണത്തിനായി 21 ടിപ്പർ ലോറികൾ വാടകയ്ക്കെടുത്തതിൽ അഴിമതിയുണ്ടെന്നായിരുന്നു അന്നത്തെ ആരോപണം. കോവിഡ് കാലമായതിനാൽ വീടുകളിലായിരുന്നു ആ വർഷത്തെ പൊങ്കാല. ഈ സാഹചര്യത്തിലും ശുചീകരണത്തിനെന്ന പേരിൽ വൻതുക ചെലവാക്കിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നികുതി വെട്ടിപ്പ്, കെട്ടിട നമ്പർ അഴിമതി, പട്ടികജാതി ഫണ്ട് വെട്ടിപ്പ്, LED കരാർ തട്ടിപ്പ് തുടങ്ങി പല ആരോപണങ്ങളും ഭരണസമിതിക്കെതിരെ ഉയർന്നു. ഇതിനിടെയാണ് ആമഴിഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനായി ഇറങ്ങിയ ജോയി എന്ന തൊഴിലാളി മുങ്ങി മരിച്ചത്. മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട നഗരസഭ പരാജയപ്പെട്ടതിന്റെ ഇരയാണ് ജോയി എന്നായിരുന്നു അന്നത്തെ ആരോപണം. ഒടുവിൽ നഗരസഭ ഇടപെട്ടു. ആമഴിഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. ജോയിയുടെ അമ്മയ്ക്ക് വീടും വെച്ച് നൽകി. മുട്ടത്തറയിലെ സുധയുടെയും മക്കളുടെയും അതിദാരിദ്ര്യ അവസ്ഥയെക്കുറിച്ച് മാതൃഭൂമി വാർത്ത ചെയ്തിരുന്നു. അവിടെയും നഗരസഭയുടെ ഇടപെടലുണ്ടായി. സുധയ്ക്ക് വീട് ലഭിച്ചു. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, സ്മാർട്ട് സിറ്റി റോഡുകൾ എന്നിവ നഗരസഭയുടെ മുഖം തന്നെ മാറ്റി. നഗരസഭ കൗൺസിലറായിരുന്ന തിരുമല അനിലിന്റെ ആത്മഹത്യ നഗരസഭയിലെ പ്രതിപക്ഷമായി BJPക്കേറ്റ വലിയ പ്രഹരമായി. ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അമ്പരിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസും. 10 വാർഡുകളിൽ മാത്രമായിരുന്നു കഴിഞ്ഞ തവണ UDF വിജയിച്ചത്. ഇനിയും മാറാൻ ഒത്തിരിയുണ്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക്. മാലിന്യ പ്രശ്നത്തിനും പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിനും ഇതുവരെയും ഒരു പൂർണ്ണ പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.